താഴെ തന്നിരിക്കുന്നവയിൽ ഇൻസിറ്റു കൺവർസേഷന് ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും RCCയും ചേർന്ന് 2015 നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടി ഏത്? ഉത്തരം സ്വാസ്ഥ്യം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം? ഉത്തരം പ്ലവക്ഷമ ബലം. അടുത്ത ചോദ്യം, നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ/സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ/സെക്കൻഡും ആണെങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം ചോദിച്ചിട്ടുണ്ട്. ഉത്തരം 120 മീറ്റർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലങ്ങൾ ഏതെല്ലാം? വിസ്കസ് ബലം, പ്രതല ബലം, വലിവു ബലം, വൈദ്യുത കാന്തിക ബലം. വൈദ്യുത കാന്തിക ബലമാണ് ആൻസർ. ഇനി താഴെ തന്നിട്ടുള്ളതിൽ ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിട്ടുണ്ട്. ലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡ് ഗുണം കാണിക്കുന്നു. അതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത്, താഴെ പറയുന്നവയിൽ നിന്നും ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 തന്നിട്ടുണ്ട്. ജലശുദ്ധീകരണത്തിന്, കീടനാശിനി നിർമ്മിക്കുന്നതിന്, തുണികളിലെയും മറ്റും കറ നീക്കുന്നതിന്, ബ്ലീച്ചിങ്ങിന്. ഇത് 4 ക്ലോറിൻ്റെ ഉപയോഗങ്ങളാണ്. ജലശുദ്ധീകരണത്തിന് ക്ലോറിൻ ഉപയോഗിക്കുന്നു, കീടനാശിനി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, തുണികളിലെയും മറ്റും കറ നീക്കാൻ ഉപയോഗിക്കുന്നു, ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നു. അടുത്തത്, 5H2Oയിൽ അടങ്ങിയിട്ടുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 15. ഇനി ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിൽ ഗാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് മുഹൈദ്ദീൻ മാല. പുത്തൻ പാനയുടെ രചയിതാവ് അർണോസ് പാതിരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന സങ്കര ഭാഷയാണ് അറബി മലയാളം. ഇത് 3 ശരിയാണ്. 17ാം നൂറ്റാണ്ടിൽ ഗാസി മുഹമ്മദ് രചിച്ചതാണ് മുഹൈദ്ദീൻ മാല. പുത്തൻ പാന രചിച്ചത് അർണോസ് പാതിരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സങ്കര ഭാഷയാണ് അറബി മലയാളം. അടുത്തത്, മണിപ്രവാളവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടോടെ മണിപ്രവാള കൃതികളുടെ കാലം അവസാനിച്ചു. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരം? ഉത്തരം CK ലക്ഷ്മൺ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരം CK ലക്ഷ്മൺ. അടുത്തത്, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഉത്തരം PT ഉഷ. അടുത്തത്, കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. ഓതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നനവാണ്. ഓതം എന്ന വാക്കിൻ്റെ അർത്ഥം നനവാണ്. പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ചോദിച്ചിട്ടുണ്ട്. പ്രസാദികയാണ്. അടുത്തത്, കേരളീയൻ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അലിംഗത്തിലാണ് പെടുന്നത്. അടുത്തത്, കേരളീയൻ നമ്മളിപ്പോൾ നോക്കി, കേരളീയൻ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അലിംഗമാണ്. ഇനി അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയതാര്? അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയതാര്? ഉത്തരം ബെന്യാമിനാണ്. അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയിട്ടുള്ളത് ബെന്യാമിനാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. അടുത്തത്, ടു ലെറ്റ് ഹി കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ടു ലെറ്റ് ഹി കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം രഹസ്യം പുറത്തറിയിക്കുക. ഇനി പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ചോദിച്ചിട്ടുണ്ട്. പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയജനങ്ങളുടെ വിരഹം. പ്രിയജനങ്ങളുടെ വിരഹം. അപ്പുണ്ണി, കോന്തുണ്ണി എന്നിവർ കഥാപാത്രമായി വരുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പുണ്ണി, കോന്തുണ്ണി എന്നിവർ കഥാപാത്രമായി വരുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം നാലുകെട്ട്. ഇനി തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള കൃതി ചോദിച്ചിട്ടുണ്ട്. അഗ്നിസാക്ഷിയാണ്. ഇനി ശരിയായ വാക്യം തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ശരിയായ വാക്യം മാത്രമേ തന്നിട്ടുള്ളൂ. മുറ്റത്തെ ചെടികൾ ഇന്നും നനയ്ക്കണം. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2023 രസതന്ത്ര നോബൽ പുരസ്കാരം നേടിയിട്ടില്ലാത്ത വ്യക്തി ആര്? അതിലാകെ ആ നേടിയിട്ടില്ലാത്ത വ്യക്തിയുടെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ. ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാൻ. ഇനി 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആര്? പരൗൾ ചൗധരിയാണ്. പരൗൾ ചൗധരി.
അടുത്ത ചോദ്യം 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏത്? എപ്പിതെമിസ് വയനാഡൻസിസ്. എപ്പിതെമിസ് വയനാഡൻസിസ്. പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ്. പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം ഏതാണ്? മാനവീയം വീഥിയാണ്. ട്രിവാൻഡ്രത്തുള്ള മാനവീയം വീഥിയാണ്. കൊക്കൂൺ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ജെറ്റ് സ്യൂട്ട് പ്രദർശനം നടന്നത് എവിടെ? ജെറ്റ് സ്യൂട്ട് പ്രദർശനം നടന്നത് കൊച്ചിയിലാണ്. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? കുമരകത്താണ്. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്പറേഷൻ കാവേരി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ഉത്തരം P. വത്സല. അടുത്തത് കേരള സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ ആസ്ഥാനം. കേരള സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. കോട്ടയമാണ് ഉത്തരം. കോട്ടയമാണ് ഉത്തരം. ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ പ്രഥമ ശുശ്രൂഷ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഏജൻസികളെ തിരിച്ചറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ്. ഇതാണ് പ്രഥമ ശുശ്രൂഷ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഏജൻസികൾ. അടുത്തത് താഴെ പറയുന്നവയിൽ ഉളുക്കിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ഭാഗത്ത് നീല കലർന്ന ബ്രൗൺ നിറം, പരിക്കേറ്റ ഭാഗത്ത് നീർക്കെട്ട്, വേദന, സന്ധികൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട്. ഇത് 4 ഉളുക്കിൻ്റെ ലക്ഷണങ്ങളാണ്. ഏതൊക്കെയാണ്? പരിക്കേറ്റ ഭാഗത്ത് നീല കലർന്ന ബ്രൗൺ നിറം, പരിക്കേറ്റ ഭാഗത്ത് നീർക്കെട്ട്, പരിക്കേറ്റ ഭാഗത്ത് വേദന, സന്ധികൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട്. ഇനി താഴെ പറയുന്നവ പരിശോധിക്കുക. 3 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരീരത്തിനുള്ളിൽ ഒരു അസ്ഥി 2ആയി ഒടിയുന്നതിനെ ലളിതക്ഷതം എന്ന് പറയുന്നു. സാധാരണ കുട്ടികളിലാണ് ലളിതക്ഷതം കണ്ടുവരുന്നത്. അസ്ഥിഭംഗങ്ങളെ 4ആയി തിരിച്ചിരിക്കുന്നു. ഇതിൽ 1ഉം 3ഉം ശരിയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം കേരള റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 4 തന്നിട്ടുണ്ട്. നിലവിലെ ചെയർമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ. ആസ്ഥാനം വഞ്ചിയൂർ തിരുവനന്തപുരം. നിലവിൽ പ്രസിഡന്റ് MR രഞ്ജിത്ത് കാർത്തികേയൻ. ഇന്ത്യൻ റെഡ് ക്രോസ് കേരള ചാപ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഇതിൽ 2ഉം 4ഉം ശരിയാണ്. ആസ്ഥാനം വഞ്ചിയൂരാണ് തിരുവനന്തപുരത്ത്. പിന്നെ ഇന്ത്യൻ റെഡ് ക്രോസ് കേരള ചാപ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഇനി താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ 3 Pകളിൽ ഉൾപ്പെടുത്താത്തത് ഏത്? അതിൽ പ്രൊട്ടക്ട് ലൈഫ് എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇനി താഴെ പറയുന്നവയിൽ നിന്നും 2ാം ഡിഗ്രി പൊള്ളലിൻ്റെ സവിശേഷതകൾ തിരഞ്ഞെടുക്കുക. 2ാം ഡിഗ്രി പൊള്ളലിൻ്റെ സവിശേഷതകൾ: ശരീരഭാഗങ്ങൾ പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ സാധ്യത വിരളം. ശരീരഭാഗങ്ങൾ പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ സാധ്യത വിരളം. ചർമ്മപാളികളെ മുഴുവൻ ബാധിക്കുന്ന പൊള്ളലാണിത്. തൊലി ചുവന്നു തുടുക്കും, കുമിളകൾ പൊങ്ങും. ഇതിലേതാണ് 2ാം ഡിഗ്രി പൊള്ളലിൻ്റെ സവിശേഷതകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉം ആണ്. ചർമ്മപാളികളെ മുഴുവൻ ബാധിക്കുന്നു, തൊലി ചുവന്ന് തുടുക്കും, കുമിളകൾ പൊങ്ങും. 320 ഫാരൻഹീറ്റിന് താഴെയുള്ള തണുപ്പ് മൂലം ചർമ്മത്തിലുണ്ടാകുന്ന ക്ഷതമാണ് ഫ്രോസ്റ്റ് ബൈറ്റ്. പെർമിറ്റുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റില്ലെങ്കിൽ ഈടാക്കുന്ന പിഴ എത്ര? പെർമിറ്റുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റില്ലെങ്കിൽ ഈടാക്കുന്ന പിഴ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. 250 രൂപയാണ്. 250 രൂപ. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ചികിത്സ ലഭ്യമാക്കേണ്ട നിർണായക ആദ്യ മണിക്കൂറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗോൾഡൻ അവർ എന്ന് പറയുക. എന്താണ് ഗോൾഡൻ അവർ? ഇനി ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? സ്പാം. അടുത്ത ചോദ്യം DCP മറ്റുള്ള എക്സ്റ്റിങ്ക്വിഷറുകളേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും അഗ്നിശമനം നടത്തുന്നു. DCP ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ ഇൻഹിബിഷൻ സംഭവിക്കുന്നു. ഇതിൽ ആൻസർ വരുന്നത് 1, 2ഉം ശരിയാണ്. 2, 1ൻ്റെ ശരിയായിട്ടുള്ള വിശദീകരണമാണ് എന്നാണ്. ഇനി CO2 എക്സ്റ്റിങ്ക്വിഷറിൽ
വർഷത്തിലൊരിക്കൽ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഭാരം പരിശോധിച്ച് CO2 ലീക്കില്ലെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 വർഷത്തിലൊരിക്കൽ 235 kg/cm² ഹൈഡ്രോളിക് മർദ്ദത്തിൽ സിലിണ്ടർ പ്രഷർ ടെസ്റ്റിംഗ് നടത്തേണ്ടതാണ്. ഇതിൽ 2 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമമായി ജലം ഉപയോഗിക്കുന്നതിൻ്റെ ന്യൂനതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ടർ ജെറ്റ് തീയെ അടിച്ചു കെടുത്തുന്നു. ഇനി ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഏതുതരം തീപിടുത്തങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്നു. ഇൻഹിബിഷൻ ഫാക്ടർ 19%. ചെറുവിടവുകളിൽ പോലും കടന്നു ചെന്ന് അഗ്നിശമനം നടത്തുന്നു. ഇത് ഏത് അഗ്നിശമന മാധ്യമത്തിൻ്റെ സവിശേഷതകളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഏതുതരം തീപിടുത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. ഇൻഹിബിഷൻ ഫാക്ടർ 19%. ചെറുവിടവുകളിൽ പോലും കടന്നു ചെന്ന് അഗ്നിശമനം നടത്തുന്നു. ഇത് CO2 ആണ്. അടുത്ത ചോദ്യം, മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പവർ എന്നറിയപ്പെടുന്നത് ഏത്? DCP, ABC ടൈപ്പ്. ഇനി ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇടുങ്ങിയതും വായുസഞ്ചാരം കുറഞ്ഞതുമായ ഭാഗത്തുണ്ടാകുന്ന ജ്വലനമാണ് വെന്റിലേഷൻ കൺട്രോൾഡ് ഫയർ. പൂൾ ഫയറിൻ്റെ ഒരു വകഭേദമാണ് വെന്റിലേഷൻ കൺട്രോൾഡ് ഫയർ. വ്യാപന രീതി, ആകൃതി ഇവയുടെ അടിസ്ഥാനത്തിൽ അഗ്നിയെ പ്രധാനമായും 7 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ 1ഉം 2ഉമാണ് ശരി. ഇനി അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം കൂടിയാൽ തീയുടെ വ്യാപനം കൂടും. തീ പിടിക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം കൂടുതലായാൽ തീ വളരെ പെട്ടെന്ന് വ്യാപിക്കും. കാട്ടുതീ പടരാതിരിക്കാൻ ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് ഫയർ ബ്രേക്ക് ഉണ്ടാക്കുന്നത് സ്റ്റാവേഷന് ഉദാഹരണമാണ്. ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്തത്, തീ പടരുന്നതിന് കാരണമായ ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തി തീയെ നിയന്ത്രണ വിധേയമാക്കുന്ന രീതിയാണ് ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. കാറ്റ് വീശുന്ന ദിശയ്ക്കെതിരെ തീ വേഗത്തിൽ പടർന്നു പിടിക്കും. തീ പിടിക്കുന്ന വസ്തുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന താപത്തിൻ്റെ അളവ് കൂടുതലായാൽ തീ പെട്ടെന്ന് ബാധിക്കും. ഇതിൽ 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. അതിലേതാ ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് D ഫയർ. കുക്കിംഗ് ഓയിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് E ഫയർ. ഡ്രൈ കെമിക്കൽ പൗഡർ ക്ലാസ് E ഫയർ ശമനത്തിന് ഉപയോഗിക്കാം. ഇതിൽ 1ഉം 3ഉമാണ് ശരി. അടുത്ത ചോദ്യം, അസിറ്റിലിൻ തീപിടിക്കുന്നത് ക്ലാസ് C ഫയറിന് ഉദാഹരണമാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഡ്രൈ കെമിക്കൽ പൗഡർ ഉപയോഗിച്ച് LPGയിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ശമിപ്പിക്കാൻ കഴിയും. 1ഉം 2ഉമാണ് ശരി. അടുത്ത ചോദ്യം, നാമത്തിൻ്റെ സ്വന്തം രൂപമായ വചനമേത്? ഉത്തരം ഏകവചനം. അടുത്ത ചോദ്യം, ഏകവചന രൂപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈദ്യർ എന്നാണ് തന്നിട്ടുള്ളത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ ശബ്ദമേത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ ശബ്ദമേത്? ഉത്തരം സ്വാമികൾ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ ബഹുവചന പ്രത്യയം ചേർന്ന രൂപമേത്? ഉത്തരം അധ്യാപകർ. കുഞ്ഞുങ്ങൾ എന്നതിലെ വചന പ്രത്യയം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കള്ളാണ് വചനപ്രത്യയം. അടുത്തത്, വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്വാൻമാരാണ് ഉത്തരം. ഭാഗവതർ എന്നിലെ അർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാഗവതർ എന്നതിലെ അർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. പൂജകമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു 6-7 മാത്സ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സിലബസിലെ മാത്സ് ഒന്നും കണ്ടില്ല, പക്ഷേ ഈ ഒരു PDF കുറച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എക്സ്പ്ലനേഷനൊന്നും ഇല്ല, ജസ്റ്റ് ആൻസർ മാത്രം തന്നിട്ടുള്ളൂ. ആ ആൻസർ മാത്രം പറഞ്ഞു പോവാം. 6 സംഖ്യകളുടെ ശരാശരി 20 അതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയാൽ ശരാശരി 15 ആകും. എങ്കിൽ ഒഴിവാക്കിയ സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. 112 ആൻസർ. ഒരു സാധനം 8 രൂപയ്ക്ക് 10 വീതം വാങ്ങി 10 രൂപയ്ക്ക് 8 വീതം വിറ്റാൽ ലാഭം എത്ര? ഉത്തരം 55. ഒരു തുക സാധാരണ പലിശക്രമത്തിൽ 5 വർഷം കൊണ്ട് 520 രൂപയായും 7 വർഷം കൊണ്ട് 568 രൂപയായും വർദ്ധിക്കുന്നു. എങ്കിൽ എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഉത്തരം 120. അടുത്ത ചോദ്യം, 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കട്ടിയായ ഒരു ഗോളം ഉരുക്കി പാദവ്യാസം 12 സെൻറ്റിമീറ്റർ വരുന്ന ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വൃത്തസ്തൂപികയുടെ ഉന്നതി എത്ര? 2 സെൻറ്റിമീറ്ററാണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു പെട്ടിയിൽ 100 നീല, 50 ചുവപ്പ്, 50 കറുപ്പ് എന്നീ ക്രമത്തിൽ പന്തുകൾ വെച്ചിരിക്കുന്നു. 25% നീലയും 50% ചുവപ്പും മാറ്റിയാൽ ശേഷിക്കുന്ന പന്തുകളിൽ കറുപ്പ് എത്ര ശതമാനമാണ്? 40%. പിന്നെ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
10:ഡാഷ് പിന്നെ 122:163 30 ആൻസർ വരുന്നത്. 1500 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 25 രൂപ. അടുത്തത് 10% നിരക്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു തുക എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. 10 വർഷം കൊണ്ട് ഇരട്ടിയാകും. അടുത്ത ചോദ്യം, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, കാരണം ചെയ്ത് നോക്കി ഒന്ന് പഠിച്ചു വയ്ക്കാം. പക്ഷേ ഇത് വരാൻ സാധ്യത വളരെ കുറവാണ്, കാരണം സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ പി ഡി എഫിലൊരു 10ഓളം ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുമുണ്ട്. പിന്നെ 1 മിനിറ്റൊക്കെയാണ് ഒരു ക്വസ്റ്റ്യന് ശരിക്കും നമുക്ക് കിട്ടുന്നുള്ളൂ, കാരണം 20 ക്വസ്റ്റ്യൻസ് വരും, 20 മിനിറ്റാണ് ടൈമും ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതുകൊണ്ടാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും തരാത്തത്. ഇനി അടുത്ത ചോദ്യം. അടുത്തത്, കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. 23 വയസ്സാണ്. മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ജനുവരി 30 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ഇതിൽ 1, 3, 4 ആണ് ശരി. അതായത് ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ജൂൺ 26 ഇതുപോലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അടുത്ത ചോദ്യം, NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. ഇനി മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. CH3OH. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? 37.5. അടുത്ത ചോദ്യം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? 99.56 ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് എന്ത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ. 99.56 ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. 11 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് 180 മില്ലിയാണ്. 180 മില്ലിയാണ് ഉത്തരം. അടുത്ത ചോദ്യം, കോപ്റ്റ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്. അടുത്ത ചോദ്യം, IT ആക്ട് 2000 സെഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? IT ആക്ട് 2000 സെഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? 1 കമ്പനി, 2 പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, 3 വ്യക്തി. 3 ശരിയാണ്. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. അടുത്ത ചോദ്യം,
ഒരു വ്യക്തി IT ആക്ട് 2000 സെഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ഇനി ദ്രാവിഡ ഗോത്രത്തിൽപ്പെടാത്ത ഭാഷ ഏത്? ദ്രാവിഡ ഗോത്രത്തിൽപ്പെടാത്ത ഭാഷ ഏത്? ഉത്തരം ഹിന്ദിയാണ്. താഴെ പേരെഴുതിയ ഗ്രന്ഥങ്ങളിൽ കവിത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമാകേരളാണ്. അതിൽ ഗ്രന്ഥങ്ങളൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് ആ ആൻസർ മാത്രമാണ് അവർ തന്നിട്ടുള്ളൂ. കവിതകൾ UP ക്ലാസ്സുകളിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്താണ്? കവിതകൾ UP ക്ലാസ്സുകളിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്താണ്? ആസ്വാദനശേഷി വളർത്തുക. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ആകാശം എന്ന അർത്ഥം വരാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗഹനം എന്നാണ് ആൻസർ തന്നിട്ടുള്ളത്. കവി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണ്? കവയിത്രി. തൈജസ കീടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തൈജസ കീടം, മിന്നാമിന്നി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിപരീത പദമായിട്ട് ഉപയോഗിക്കാത്തത് കണ്ടെത്തുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അനിവാര്യമാണ് തന്നിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ കറുത്ത എന്ന വിശേഷണം കലർന്നിട്ടില്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരിരുമ്പാണ് ഉത്തരമായിട്ട് തന്നിട്ടുള്ളത്. അടുത്തത്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഉപ്പു നിയമം ലംഘിക്കലിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ടിപ്പു സുൽത്താൻ കൈയടക്കിയ മലബാർ പ്രദേശത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഫറോക്ക്. ശോപ്രകാശ് എന്ന പേരിൽ പത്രം ആരംഭിച്ച ദേശീയ നേതാവ് ആരാണ്? സോംപ്രകാശ് എന്ന പേരിൽ പത്രം ആരംഭിച്ച ദേശീയ നേതാവ് ആരാണ്? ദാദാഭായ് നവറോജി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയതാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയതാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. അടുത്തത്, ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങൾ, സംസ്ഥാനങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. സുന്ദർഗഡ് മയൂർഭഞ്ച് ഒഡീഷ, സിംഗ്ബം ഗുർഗ് ജാർഖണ്ഡ്, ബെല്ലാരി ചിത്രദുർഗ് ആന്ധ്രാപ്രദേശ്, ചിക്കമംഗ്ലൂരു ഷിമോഗ തമിഴ്നാട്. ഇതിൽ ശരിയായ ജോഡികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1ഉം 2ഉം ആണ് ശരി. സുന്ദർഗഡ് മയൂർഭഞ്ച് ഒഡീഷ, സിംഗ്ബം ഗുർഗ് ജാർഖണ്ഡ്, ഇത് 2ഉം ആണ് ശരി. ലിഗ്നൈറ്റ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പ്രദേശം ഏത്? ലിഗ്നൈറ്റ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ്? നെയ്വേലിയാണ്. ഉത്തരം നെയ്വേലിയാണ്. ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ, സംസ്ഥാനങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. കൈഗ മധ്യപ്രദേശ്, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കൂടംകുളം തെലങ്കാന. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. 2ഉം 3ഉം ആണ്. കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗം ഏത്? ജലഗതാഗതമാണ് ഉത്തരം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ ആണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാത്കരിച്ച വർഷമേത്? 1956. കറൻസി നോട്ടുകളോടുള്ള റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ്? ഉത്തരം 2.